മധു, ട്രംപിന്റെ സമ്മർദ്ദം ഈ ഹോർമൂസ് കടലിടുക്കിലെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് അത് ഇപ്പോൾ UAE കൂടി അതിൽ ഭാഗമാകുന്നു. സുരക്ഷ ഒരുക്കാൻ മുന്നോട്ട് വരാം എന്ന് പ്രഖ്യാപനം വരുന്നു. അത് വിജയമാകുമ്പോൾ തന്നെയും മറുവശത്ത് ഇസ്രയേലിനെതിരെ തുർക്കിയുടെ പ്രസ്താവന വരികയാണ്. പുതിയൊരു യുദ്ധചേരി തുറക്കുകയാണോ എന്ന ആശങ്ക ഒരു വശത്ത് ഉയരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് ഗോകുൽ ദിൽനാഥ്. UAEയുടെ ഭാഗത്തു നിന്ന് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ ശ്രദ്ധയാകർഷിച്ച ഒരു നയമാറ്റമാണ്, അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് പരസ്യമായിട്ടുള്ള ഒരു പിന്തുണയുമായിട്ട് വന്നത് വലിയ ചർച്ചകൾക്ക് വഴിതെളിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഹോർമൂസ് കടലിടുക്കിലെ അമേരിക്കയുടെ എല്ലാ നീക്കങ്ങൾക്കും അല്ലെങ്കിൽ അതുവഴിയുള്ള എണ്ണ ടാങ്കറുകൾ, കപ്പലുകൾ പോകുവാനുള്ള സുഗമമായ നീക്കത്തിന് പിന്തുണ കൊടുക്കും. അതുമാത്രമല്ല, ഈ ഇറാൻ തുടർച്ചയായിട്ട് നടത്തിയ ആക്രമണത്തിന്റെ കണക്കുകൾ എണ്ണം പറഞ്ഞായിരുന്നു ഈ UAEയുടെ പ്രതികരണം ഇന്ന് വന്നിരിക്കുന്നത്. പക്ഷേ ഈ പ്രതികരണമൊക്കെ വന്നിരിക്കുന്നത് ഈ അയത്തുള്ള അലി ഖമീനിയുടെ വധത്തിന് ശേഷം ഇറാൻ ഭരണകൂടത്തിന് ലഭിച്ച ഏറ്റവും വലിയ രണ്ടാമത്തെ പ്രഹരമായിരുന്നു. ഇറാന്റെ മുൻ സ്പീക്കറും അതുപോലെ ഉന്നത സുരക്ഷാ ഉപദേശകനുമായ അലി രാജാനി, അദ്ദേഹത്തിന്റെ കൊല്ലപ്പെട്ടതിന്റെ തൊട്ടു പിന്നാലെയാണ് UAEയുടെ ഈ പ്രസ്ഥാനം വന്നതും കൂടെ ചേർത്ത് വായിക്കണം. ഈ ലഴ്ജാനിയുടെ മരണം ഇറാൻ ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ചൊവ്വാഴ്ച രാത്രിയിൽ അവര് പുറത്തിറക്കിയ ഒരു പ്രസ്താവനയിലാണ് ലഴ്ജാനിയും അതുപോലെ അദ്ദേഹത്തിന്റെ മകൻ മുർത്തസയും കൊല്ലപ്പെട്ട വിവരം ഈ സുപ്രീം കൗൺസിൽ സെക്രട്ടേറിയറ്റും സ്ഥിരീകരിച്ചത്. ലഴ്ജാനിക്കൊപ്പം ഇറാന്റെ അർദ്ധ സൈനിക വിഭാഗമായ ബെസിജിന്റെ തലവൻ ജനറൽ ഗുലാം റസയും കൊല്ലപ്പെട്ടതായിട്ട് ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയവും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇറാനിലെ ആഭ്യന്തര സുരക്ഷയ്ക്ക് ചുമതലയുള്ള ഈ ബെസിജ് സേനയുടെ തലവൻ ഗുലാം റസ കൊല്ലപ്പെട്ടത് ഇറാന് മറ്റൊരു വലിയ തിരിച്ചടിയാണ്. ടെഹ്റാൻ കിഴക്കൻ പ്രദേശത്ത് നടത്തിയ അമേരിക്കയും ഇസ്രായേലുമായിട്ട് നടത്തിയ ഒരു സംയുക്ത വ്യോമാക്രമണത്തിലാണ് ഇവരെല്ലാം കൊല്ലപ്പെട്ടത്. മകളുടെ വീട് സന്ദർശിക്കാൻ പോയതായിരുന്നു ലഴ്ജാനി ചൊവ്വാഴ്ച പുലർച്ചെ. അപ്പോഴാണ് ആക്രമിക്കപ്പെട്ടത്. ഈ ഇറാന്റെ സുരക്ഷാ നയങ്ങളുടെ അതുപോലെ വിദേശകാര്യ തന്ത്രങ്ങളുടെയും ഒക്കെ പ്രധാന ശില്പിയായിട്ടാണ് ലഴ്ജാനി അറിയപ്പെട്ടിരുന്നത്. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുമായിട്ടുള്ള ചർച്ചകളിൽ ഇറാന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ അദ്ദേഹം ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായിട്ടില്ലായിരുന്നു. കഴിഞ്ഞ ഏറ്റവും ഒടുവിൽ നടന്ന അമേരിക്കയുമായിട്ടുള്ള ചർച്ചകളിലുമൊക്കെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഇറാന് ഏറെ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ അല്ലെങ്കിൽ നിലപാട് വെളിപ്പെടുത്തുന്നതിൽ ഒരു നിർണായക ഇതായിരുന്നു അദ്ദേഹത്തിന്റെ സാന്നിധ്യം. ആണവ ഇന്ധനം നിർമ്മിക്കാനുള്ള ഇറാന്റെ ഒരു അവകാശത്തെ അദ്ദേഹം എപ്പോഴും എല്ലാ കാലത്തും ഒരു നയതന്ത്ര ആയുധമാക്കി മാറ്റുന്നത് നമ്മളെല്ലാം ശ്രദ്ധിച്ചതാണ്. അതേസമയം ഈ അലി ജാനിയുടെ പിൻഗാമിയായി മെഹസിൻ റസായിയെ നിയമിക്കുമെന്നാണ് ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മുസ്തഫ ഖമേനിയുടെ പ്രസ്താവന. അതായത് അദ്ദേഹത്തിന്റെ ഒരു മുതിർന്ന സൈനിക ഉപദേശകൻ കൂടിയാണ് ഈ റസായി. ഗോകുൽ ദിൽനാഥ്, ഡൊണാൾഡ് ട്രംപിന്റെ പരാതി പറച്ചിൽ ഇന്നും തുടരുകയാണ്. ലോക നന്മയ്ക്ക് വേണ്ടിയാണ് താൻ ഈ യുദ്ധം നയിക്കുന്നതെങ്കിലും ആരും അത് അംഗീകരിക്കുന്നില്ലെന്നാണ് ട്രംപിന്റെ ഇന്നത്തെ പരാതി. ഏതാനും മൈൻ സ്വീപ്പറുകൾ, അതായത് ഹോർമൂസ് കടലിടുക്കിലെ മൈനുകളൊക്കെ മാറ്റിയെടുക്കാനായിട്ട് ഈ നാറ്റോ രാജ്യങ്ങൾക്ക് കഴിയുമായിരുന്നു. അത്ര വലിയ ചെലവൊന്നും ഉള്ള ഒരു കാര്യമല്ലായിരുന്നു. പക്ഷെ അവരത് ചെയ്തില്ല. ഇറാൻ ആണവായുധം നിർമ്മിക്കുന്ന തടയുക എല്ലാ രാജ്യങ്ങളുടെയും ആവശ്യമാണെന്ന് ഡൊണാൾഡ് ട്രംപ് ഓർമ്മിപ്പിക്കുകയും ചെയ്തു. നാറ്റോ രാജ്യങ്ങളെ ഒരുപാട് സഹായിച്ചു. പക്ഷേ ഒരു ആവശ്യഘട്ടത്തിൽ അവർ കൂടെ നിന്നില്ലെന്ന് ഇന്ന് അദ്ദേഹം വീണ്ടും കുറ്റപ്പെടുത്തി. വൈകിട്ട് വൈറ്റ് ഹൗസിൽ മാധ്യമപ്രവർത്തകരുമായിട്ട് സംസാരിക്കുമ്പോൾ ഡൊണാൾഡ് ട്രംപ് തന്റെ സൈനിക നിലപാട് വ്യക്തമാക്കുകയും ചെയ്തു. അദ്ദേഹം പറയുന്നത് ഇറാന്റെ മണ്ണിലേക്ക് നേരിട്ട് അമേരിക്കൻ സൈനികരെ അയക്കുന്നത് വലിയ തിരിച്ചടിയാകില്ല എന്നുള്ളൊരു ചോദ്യമായിരുന്നു. വിയറ്റ്നാം യുദ്ധമൊക്കെ മുൻനിർത്തിയായിരുന്നു ഈ ചോദ്യം. ട്രംപിന്റെ മറുപടി എനിക്ക് ഒന്നിനെയും ഭയമില്ലെന്നായിരുന്നു. ഗോകുൽ ദിൽന. മധു സൂചിപ്പിച്ചതുപോലെ തന്നെ ലാരിജാനിയുടെ മരണം അത് ഈ യുദ്ധം തുടങ്ങിയതിനു ശേഷം ഇറാൻ നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയാണ്, ഏറ്റവും വലിയ തിരിച്ചടിയാണ്. അതിനെ കനത്ത തിരിച്ചടി നൽകും എന്ന് IRGC പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പുതിയ തലത്തിലേക്ക് ഈ ആക്രമണങ്ങൾ, യുദ്ധ സാഹചര്യം മാറുന്നു എന്ന് വേണം വിലയിരുത്താൻ. ലഴ്ജാനിയുടെ മരണം ഇറാന് മാത്രമല്ല തിരിച്ചടി. ഒരുപക്ഷെ ഈ യുദ്ധം പറഞ്ഞ് അവസാനിപ്പിക്കാനായിട്ടുള്ള സമവായത്തിന് ശ്രമിക്കുന്ന മീഡിയേറ്റേഴ്സ് പോലുള്ള രാജ്യങ്ങൾക്ക്, എന്തിനേറെ പറയുന്നു അമേരിക്ക പോലും ഒരു ഘട്ടത്തിൽ കഴിഞ്ഞ ജൂലൈ മാസങ്ങളിൽ ഈ നിലവിലുള്ള ഭരണകൂടത്തിനെ മറിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് വരേണ്ട ഭരണകൂടം നയിക്കേണ്ടിയത് ലഴ്ജാനി ആണെന്ന് വരെ കണക്ക് കൂട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ഈ പ്രക്ഷോഭകാരികളെയൊക്കെ അടിച്ചമർത്തിയപ്പോഴാണ് ഈ അമേരിക്കയുടെ കണ്ണിലെ കരടായിട്ട് മാറിയത്. ലഴ്ജാനിയുടെ മരണം ഇറാന് മാത്രമല്ല അന്താരാഷ്ട്ര ലോകത്ത് തന്നെ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം ഒരു വലിയ തിരിച്ചടിയായിട്ട് തന്നെ കരുതേണ്ടിയിരിക്കുന്നു. ഗോകുൽ ദിൽന.
ശരി, മധു കൊട്ടാരക്കരയാണ് ന്യൂജേഴ്സിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. എന്തായാലും സംഘർഷ സാഹചര്യം അത് അകലുന്നില്ല, വളരെ രൂക്ഷമായ രീതിയിൽ അത് യുദ്ധ സാഹചര്യം തുടരുന്നു എന്ന വളരെ സങ്കടകരമായ കാര്യമാണ് ഈ പെരുന്നാൾ പോലുള്ള ആഘോഷങ്ങൾ വരാനിരിക്കുമ്പോൾ പോലും ലോകത്തിന് മുന്നിലുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.